എന്റെ നാട്ടിലെ തന്നെ ഒരു MLA ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ MLA നിലമ്പൂർ MLA സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്നും സംഘപരിവാറിന്റെ ശബ്ദമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആ ശബ്ദത്തിന് ശക്തി പകരുകയും ചെയ്തു. ഞാൻ അതല്ല പറഞ്ഞു കൊണ്ടുവരുന്നത്. അഥവാ ആ അർത്ഥത്തിൽ സൈനിക ക്യാമ്പ് മലപ്പുറത്ത് സ്ഥാപിക്കണമെന്ന ഫാസിസ്റ്റുകളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് അടിവരയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഫാസിസ്റ്റുകൾക്ക് എല്ലാ അർത്ഥത്തിലും വളമേകുന്ന ഒരു നിലപാട് ഈ പ്രതിതീവ്രവാദികളുടെ ഭാഗത്തിൽ നിന്ന് തിരൂർ സംഭവിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്താണ് ഇപ്പോൾ തിരൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ബഹുമാന്യനായ അമീറിന്റെ കൂടെ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുവാൻ ഒരു ഘട്ടത്തിൽ ഞാനും പോയിരുന്നു. അഥവാ വെട്ടേറ്റ് കിടക്കുന്ന ആളുകളുടെ അടുത്ത് ഞങ്ങൾ പോയി. ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് സംഘപരിവാറിന്റെ ഒരു സുഹൃത്ത് വെട്ടേറ്റ് കിടക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് നല്ല ചുറുചുറുക്കുള്ള ഈ പറയപ്പെട്ട സംഘപരിവാറിന്റെ വക്താക്കൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 5-8 പേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിതീവ്രവാദത്തിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന NDF സുഹൃത്ത് വെട്ടേറ്റ് കിടക്കുന്ന അവിടത്തേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ NDF സുഹൃത്തിന്റെ കൂടെയും 5-8 NDF പ്രവർത്തകരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരാരും നോക്കാനില്ലാത്ത 4 പേരെ കണ്ട്. അതിൽ ഒന്ന് ഗൾഫിൽ കുറച്ചു കാലം കഴിഞ്ഞ് എന്നിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി മദ്രസാധ്യാപകനായി ജീവിക്കുന്ന ഒരു പാവം അധ്യവേശകനായ ഒരു മനുഷ്യൻ, ഒരു മദ്രസ മുഅല്ലിം. രണ്ടാമതായി ഞങ്ങൾ കണ്ടത് ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, ഹോട്ടലിൽ സപ്ലൈ ജോലിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. രാവിലെ പള്ളിയിലേക്ക് പോയപ്പോൾ വെട്ടേറ്റ ഒരു സുഹൃത്ത്. മറ്റൊരുത്തൻ അവരെ അന്വേഷിച്ചു വന്നപ്പോൾ അന്വേഷിച്ചവരെ കിട്ടാതായപ്പോൾ ഒരു മാനസിക രോഗിക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. അദ്ദേഹവും അവിടെ കിടക്കുന്നുണ്ട്. അവരെ നോക്കാൻ ഒരു തീവ്രവാദിയുമില്ല. അവരെ നോക്കാൻ അവരുടെ കുടുംബങ്ങൾ മാത്രമാണുള്ളത്. നിരാലംബരായ ഒരു കുടുംബം. ഞാൻ പറഞ്ഞു വരുന്നത്, അഥവാ സമുദായത്തിന്റെ സുരക്ഷയുടെ പേരിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ സ്വന്തം അനുയായികളെ സംരക്ഷിക്കുകയും അവസാനം സമുദായത്തെ വഴിയാധാരമാക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. അത് ശരിയല്ല ഇതിനപ്പുറത്തുള്ള ശരികേടുകളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ അന്വേഷിക്കാം. തലശ്ശേരിയിൽ ഫസൽ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അവരുടെ പാർട്ടി പ്രവർത്തകൻ വധിക്കപ്പെട്ടിരുന്നു. അവർ പ്രക്ഷോഭം നടത്തിയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു. സംഘപരിവാറിന്റെ ഭാഗത്തിൽ നിന്നല്ല ഏറ്റിരിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തെ വെട്ടിയിരിക്കുന്നത് അതിനപ്പുറത്തുള്ള ഈ രാജ്യത്തെ ഭരണകക്ഷിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഭരണകക്ഷിയുമായി അലയൻസിലായിട്ടാണ് ഈ ജിഹാദ് നടക്കുക. ജിഹാദിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ബന്ധം യഥാർത്ഥത്തിൽ അങ്ങ് അള്ളാഹുവുമായിട്ട് മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളുമായിട്ടും അതുപോലെ തന്നെ കാണാ ചരടുകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ജിഹാദ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അധികാരവർഗത്തെ പ്രകോപിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഫസൽ എന്ന് പറയുന്ന സ്വന്തം പാർട്ടി പ്രവർത്തകൻ വധിക്കപ്പെട്ടതിനെതിരെയുള്ള പ്രക്ഷോഭം ഇപ്പോൾ ആളിത്തടുത്തിരിക്കുന്നു. ആരും പ്രക്ഷോഭരംഗത്തില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇവർക്ക് സമുദായത്തെ വീരുക്കൾ എന്ന് പറയാൻ കഴിയുക? തിരൂർ പട്ടണത്തിൽ തന്നെ സംഭവിച്ച ഒരൊറ്റ സംഭവം ഞാൻ വിശദീകരിക്കുകയാണ്. അഥവാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രവർത്തകരെ പലപ്പോഴും ഇവർ ഭീരുക്കൾ എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഒരു സഹോദരിയും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉമ്മയും വൈകുന്നേരമാകുമ്പോൾ ഓടി വരുന്നുണ്ട്. അഥവാ ഭാര്യയുടെ കൈപിടിച്ച്, സ്വന്തം പങ്കളിന്റെ കൈപിടിച്ച, അതുപോലെ തന്നെ ഉമ്മാന്റെ കൈപിടിച്ച. എന്നിട്ട് നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞു, തൽക്കാലം ഇവരിവിടെ നിൽക്കട്ടെ, അളിയാൻ ഞാനൊന്ന് പോകട്ടെ. അപ്പോൾ അളിയനോട് ചോദിച്ചു, എങ്ങോട്ടാണ് അളിയൻ പോകുന്നത്? ഒന്നുമല്ല, ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അല്പം വിട്ടു നിൽക്കാൻ തീരുമാനിച്ചോ. അളിയൻ കൈ നിർത്തിയിട്ട് കൈ നീട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചോ, ഇതാണോ നിങ്ങൾ സമുദായത്തിന് കൊടുക്കുന്ന സംരക്ഷണം? സ്വന്തം ഭാര്യയെയും സ്വന്തം ഉമ്മയെയും സുരക്ഷിത കേന്ദ്രത്തിൽ ഏൽപ്പിച്ച് ഒരു സമുദായത്തെ മൊത്തം ശത്രുക്കളുടെ കൊലക്കത്തിക്കെറിഞ്ഞു കൊടുത്ത രാത്രിയുടെ ഇരുളിന്റെ മറവിൽ ഓടി രക്ഷപ്പെടുന്ന സമരമാണോ, ജിഹാദാണോ നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അടിയൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അടിയ മിണ്ടല്ലേ, ഞാൻ തൽക്കാലം ഇപ്പോൾ പോയിക്കൊള്ളട്ടെ എന്നാണ് ഈ പറയപ്പെട്ട വിപ്ലവകാരിക്ക് പറയാനുണ്ടായിരുന്ന മറുപടി. അഥവാ ഒരു സമുദായത്തെ എല്ലാ അർത്ഥത്തിലും അഭയാർത്ഥി ക്യാമ്പിലേക്കും ഒരു സമൂഹത്തെ അരാജകത്വത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന സായുധ പോരാട്ടമാണ് ഇന്ന് നമ്മുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവരുടെ വിവരക്കേട് കൊണ്ട് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ആദർശത്തിന്റെയും പ്രമാണത്തിന്റെയും പിൻബലം ഇവർക്കില്ല എന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത് അനുവദിക്കുന്നില്ല. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് ഇവർക്ക് ഇത് ന്യായീകരിക്കുക സത്യമല്ല. വെല്ലുവിളിക്കുന്നു, മതസംഘടനകൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ. അഥവാ ഒരു വ്യക്തിയെ വധിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ വധിക്കുന്നതിന് സമാനമാണ് എന്നും അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ ജീവിക്കുന്നതിന് സമാനമാണ് എന്നുമുള്ള ഉജ്ജ്വലമായ ആശയം ലോകത്തിൽ മുന്നോട്ട് വെച്ച ദർശനമാണ് ഇസ്ലാം എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പഠിപ്പിക്കുന്നു, മനുഷ്യനെ അഥവാ ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അള്ളാഹു ആദരിച്ചിരിക്കുന്ന ആദമിന്റെ മക്കളോട് അനാദരവ് കാണിക്കുവാൻ അള്ളാഹുവിന്റെ അടിയാറുകൾ
ആളുകൾക്ക് അല്ലാഹു ഒരിക്കലും അനുവാദം നൽകിയിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകരോട് മക്കയിലുള്ള തന്നെ പ്രബോധന കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിരന്തരമായ ബുദ്ധിമുട്ടുകളുടെയും വഴിയൊരുക്കിയ പ്രവാചകന്റെ പ്രതിയോഗികൾ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഫത്ഹ് മക്കയുടെ സന്ദർഭത്തിൽ പറഞ്ഞത്, ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പഠിപ്പിച്ച, അഥവാ ഒരു ജനതയെ കൊന്നൊടുക്കാനോ ഒരു ജനതയോട് വാളെടുക്കാനോ അല്ല, ഒരു ജനതയുടെ മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് ആദർശ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് മാനസികമായ പരിവർത്തനത്തിലൂടെ സാമൂഹ്യ പരിവർത്തനത്തിന് രംഗമൊരുക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഒരു ജനതയ്ക്ക് നിർവഹിക്കുവാനുള്ളത് എന്ന പ്രവാചക പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രബോധന കർമ്മത്തിലൂടെ സാക്ഷ്യം വഹിച്ചിരുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർക്ക് എവിടെ നിന്നാണ് വാളുകൊണ്ട് സംസാരിക്കുവാനുള്ള ആർജവം ലഭിച്ചത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ നാളത്തേക്ക് കടന്നു ചെല്ലാത്ത, എന്താണ് ഇസ്ലാം എന്ന് അറിഞ്ഞുകൂടാത്ത, അഥവാ കുടിയും പിടിയുമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീർണതകളെയും അന്ധവിശ്വാസങ്ങളെയും ശിരസ വഹിച്ചിരിക്കുന്ന ഒരു സമുദായത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഇതര ജനവിഭാഗത്തോട് ഇസ്ലാമിന്റെ വെള്ളിവെളിച്ചം പകർന്നു കൊടുക്കേണ്ടുന്ന ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്നതിന് പകരം വാളുകൊണ്ട് സംസാരിക്കുന്ന, അതുപോലെ ബോംബ് കൊണ്ട് സംസാരിക്കുന്ന, അതുപോലെ തന്നെ മടവാളുകൊണ്ടും മുളകുപൊടി കൊണ്ടും വിപ്ലവം സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുവത യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് അപകടമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ലാത്ത ഒരു അനുവാദം എവിടെ നിന്നാണ് ഇവർക്ക് വഹിയായിട്ട് ലഭിച്ചത്? ചരിത്രത്തിലെ പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു അനുവാദം എവിടെ നിന്നാണ് ഇവർക്ക് അനുവാദമായി ലഭിച്ചത്? ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ആര് എന്ന ചോദ്യത്തിന് പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ചരിത്രത്തിൽ പ്രവാചകന്മാരാണ് എന്ന്. ആ പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവർ ഭീരുക്കളായതുകൊണ്ടല്ല പ്രതിരോധിക്കാതെ പോയത്. യഥാർത്ഥത്തിൽ സായുധ പ്രതിരോധത്തിന്റെ വ്യക്തികൾക്ക് ഇസ്ലാം അനുവാദം നൽകാത്തത് കൊണ്ടാണ് എന്ന ചരിത്ര സത്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലൂടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ പ്രബോധന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അബൂജഹലിന്റെയും അതുപോലെ തന്നെ ഉമയ്യത്തിന്റെയും ഒക്കെ ചാട്ടവാറടികൾ കൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന യാസിർ കുടുംബത്തെയും അമ്മാർ കുടുംബത്തെയും അതുപോലെ തന്നെ സുമയ്യ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ചും പ്രവാചകൻ കേൾക്കുന്നത്. ഒരു ഘട്ടത്തിൽ മുഖ്യാവയവത്തിലൂടെ ചുട്ടുപഴുത്ത കമ്പി കുത്തിക്കയറ്റുന്ന അതിക്രൂരമായ നിഷ്ഠൂരമായ പരീക്ഷണത്തിന് ഇസ്ലാമിലെ വനിതകളെ വിധേയമാക്കുന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ വീടിനടുത്തുകൂടി നടന്നു പോകുമ്പോൾ ഈ നിലവിളി കേൾക്കുന്ന പ്രവാചകൻ, അഥവാ വേഷത്തിന്റെ ഭാഗമായി കയ്യിൽ ആയുധമുള്ള പ്രവാചകൻ ഭീരുമായതുകൊണ്ടല്ല സുഹൃത്തെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താണെന്നറിയാമോ? സുബ്ഹാൻ ആല യാസിർ മൗഇദുകുമുൽ ജന്ന, യഥാർത്ഥത്തിൽ യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് ഭീരുത്വമല്ല. ആദർശ പ്രബോധനത്തിന്റെ പാതയിലെ ആദ്യപടി പിന്നിടുന്ന സാഹചര്യത്തിൽ രക്തസാക്ഷികളെ ശ്രദ്ധിച്ചുകൊണ്ടും പ്രതികൂലമായ സാഹചര്യത്തെ നേരിട്ടുകൊണ്ടും പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ചരിത്ര വിദ്യാഭ്യാസമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തീർന്നോ, ഒരു ഘട്ടത്തിൽ ഹബ്ബാബ് വരുന്നു, അതുപോലെ തന്നെ ബിലാൽ വരുന്നു. ബിലാലിന്റെ ശരീരത്തിലാകെ ചാട്ടവാറടിയുടെ പാടുണ്ട്, ഹബ്ബാബിന്റെ നെറ്റിത്തടത്തിൽ ചുട്ടുപെടുത്ത ഇരുമ്പുകൾ പഴുപ്പിച്ചു വെച്ച പാടുണ്ട്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന സമ്പന്നന് സമൂഹത്തിലുള്ള സമ്പത്തിന്റെ പേരിലുള്ള അംഗീകാരം ചോർന്നുപോയ വർത്തമാനം പറയാനുണ്ട്. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, അലാ തദുലനായ റസൂലല്ലാഹ്, അലാ തസ്തൻസുറുലനായ റസൂലല്ലാഹ്. അവർക്ക് ഏറുപടക്കം കിട്ടാത്തത് കൊണ്ടോ, അവർക്ക് ആയുധമെടുക്കാൻ കഴിയാത്തത് കൊണ്ടോ, അവർക്ക് വാൾ ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലല്ലോ സുഹൃത്തുക്കളെ, മറിച്ച് അവർ പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ധൃതി കാണിക്കരുത്, നിങ്ങൾ ധൃതി കാണിക്കരുത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബസ്സാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ്. ചരിത്രത്തിൽ ഒരുപാട് ജനത കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരോടാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? ഇസ്ലാമിക പ്രബോധനത്തിന്റെ പാതയിൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ച ഒരു ജനതയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്തുന്നത്. അഥവാ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു കളയാമെന്ന് വിചാരിക്കുന്നുവോ? ബിലാലിനോട് ചോദിക്കുന്നു, ഹബ്ബാബിനോട് ചോദിക്കുന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിക്കുന്നു. ചരിത്രത്തിൽ കടുത്ത പരീക്ഷണങ്ങളെ അതിജീവിക്കാതെ, അതുപോലെ തന്നെ എന്നിട്ട് വിറപ്പിക്കപ്പെടാതെ, എന്നിട്ട് അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് ലഭിക്കുക എന്ന അട്ടഹാസത്തോടുകൂടി ആവശ്യപ്പെടാത്ത ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല. അത്തരത്തിലുള്ള പരീക്ഷണത്തിന്റെ തീച്ചൂളകളിൽ കടന്നെടുക്കപ്പെടാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനത്തെ ചെവിക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടില്ലേ? ഈ അർത്ഥത്തിൽ ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിക്കാത്ത ഒരു സമയത്തെ കുറിച്ചാണ് പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ,
ولا تلقوا أيديكم إلى التهلكة